നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനെതിരായ US-ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ വലഞ്ഞ് കേരളത്തിൽ നിന്നുള്ള വിമാനയാത്രക്കാരും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 17, കരിപ്പൂരിൽ നിന്ന് 21, കൊച്ചിയിൽ നിന്ന് 16 വിമാനങ്ങളുമാണ് സർവീസ് റദ്ദാക്കിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം. ദേവമാതാ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ വീട്ടിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവിൽ നിന്ന് 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. പാവറട്ടി മുല്ലശ്ശേരിയിൽ ആയുർവേദ മരുന്ന് ഫാർമസി നടത്തുന്ന കാക്കശ്ശേരി സ്വദേശി പാമ്പിങ്ങൽ വീട്ടിൽ ലിജിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില എണ്ണ കമ്പനികൾ കൂട്ടി. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. 1776 രൂപയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ പുതുക്കിയ വില. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില റെക്കോർഡ് വർധനവ്. ഇന്ന് ഗ്രാമിന് 400 രൂപയും പവന് 3200 രൂപയും വർദ്ധിച്ചു. ഗ്രാമിന് 15,865 രൂപയും പവന് 1,26,920 രൂപയുമാണ് ഇന്നത്തെ വില. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 2ാം ദിനമായ ഇന്ന് വൈകിട്ട് 6-ന് ഗുരുവായൂരപ്പനെ പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. രാത്രി 8 മുതൽ വിളക്കെഴുന്നള്ളിപ്പ് നടക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ പുഷ്പോത്സവം തുടരുന്നു. ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ ആരംഭിച്ച പുഷ്പോത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മാള പൂപ്പത്തി ചുള്ളൂർ മണിയത്തുകാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ ചുള്ളൂർ കൗസ്തുഭ മുദ്ര പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു. പാമ്പുമേക്കാട്ട് ശ്രീധരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AL സെബാസ്റ്റ്യൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ മന്ത്രി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം അക്കിക്കാവ് ദീനബന്ധു മിഷന്റെ ഭാഗമായി വിധവകൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയുടെ 3ാം വാർഷികം ആഘോഷിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ലയൺസ് ക്ലബിന്റെ ഡേവിഡ് സ്പെഷ്യൽ ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായി ജോൺ ഊക്കൻ സ്പെഷ്യൽ സ്കൂളിൽ സൈക്കിളുകൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ABVPയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സ്വയം പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ വിദ്യാർത്ഥി റാലി നടത്തി. ഗർഭാശയ ഗള ക്യാൻസറിനെതിരെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ വാക്സിനേഷൻ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് 4ാം വാർഡിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ സ്വിച്ച് ഓൺ പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ ഗിരീഷ് പത്തഞ്ചേരി സ്മൃതി സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ ഹരി P നായർ മുഖ്യപ്രഭാഷണം നടത്തി. റിയൽ എസ്റ്റേറ്റ് അസോസിയേഷന്റെ കൂട്ടായ്മയായ ഭൂമികയുടെ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന കൺവെൻഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാരാക്കടപ്പുറത്ത് കടൽ പന്നിയുടെ ജഡം കരക്കിടഞ്ഞു. തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളുടെയും വർഗത്തിൽപ്പെട്ട സസ്തനിയാണ് കടൽപന്നി. PN പണിക്കരുടെ 117ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റി ഒളരിക്കരയിൽ സാമൂഹ്യ പ്രവർത്തക ദിനാചരണം സംഘടിപ്പിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തൃശൂർ ഗ്രൂപ്പിലെ 17 ദേവസ്വങ്ങളിലേക്ക് ഭിന്നശേഷിക്കാരായ ഭക്തർക്ക് സൗകര്യമൊരുക്കുന്നതിനു വേണ്ടി വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് K രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്തിലെ മൊടാട്ടുകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. മുരളി പെരുന്നല്ലി MLA മൊടാട്ടുകുന്ന് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ പറമ്പ് വാർഡിൽ വാർഡ് കൌൺസിലർ VM ജോണിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്തിലെ ആറാട്ടുവഴി പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു.
പത്മഭൂഷൺ നേടിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മണ്ണുത്തി SNDP യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഈഴവർ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും സംഘടിത മതവിഭാഗങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 7ാം പൂജ നടന്നു. ചരിത്രപ്രസിദ്ധമായ കുതിരവേലയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങാണ് 7ാം പൂജ. ക്ഷേത്രം കോമരം നവലൂർ ശ്രീനിവാസൻ ചടങ്ങുകൾക്ക് കാർമ്മികനായി. യോഗക്ഷേമ സഭ ജില്ലാ ഘടകത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഹിരൺമയത്തിന് തൃശൂർ വിവേകോദയം സ്കൂളിൽ തിരിതെളിഞ്ഞു. മുൻ സംസ്ഥാന പ്രസിഡന്റ് വൈക്കം PN നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. ഒളരിക്കര പുലിക്കളി സംഘത്തിന്റെ പ്രഥമ ആലോചനാ യോഗം ഒളരിക്കര ഗ്രാമീണ വായനശാലയിലെ മുല്ലനേഴി സ്മാരക ഹാളിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ ക്ഷയരോഗമുക്ത വാർഡാക്കുന്നതിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് 19ാം വാർഡും വടക്കാഞ്ചേരി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കരിയന്നൂർ അംഗൻവാടിയിൽ നടന്ന ക്യാമ്പ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ഇറാനിലെ ഇസ്രായേൽ US ആക്രമണത്തിനെതിരെ വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.